മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ എന്ന ദിവസവും നാളെ എന്ന ദിവസവും പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഇന്നലെ എന്ന ദിവസം ഒക്ടോബർ 6, ഏതാണ്ട് 2-2.5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഡിസംബർ 6 എന്ന ദിവസം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് കഴിഞ്ഞ കാലം വരെ എല്ലാവരും, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനതയെങ്കിലും അത് സ്മരിച്ചിരുന്നു. അവരുടെ രോഷം പ്രകടിപ്പിക്കാൻ ആ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. ഏതായാലും ഈ വർഷം ഈ ഡിസംബർ 6 എന്ന ദിവസം കാര്യമായിട്ട് പത്രമാധ്യമങ്ങളിൽ ഒന്നിലും വന്നില്ല. ഏതെങ്കിലും മതവിഭാഗം ഭൂരിപക്ഷമുള്ള ചാനലുകളിൽ വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജനറലി വായിക്കപ്പെടുന്ന മാധ്യമങ്ങളിലും പത്രങ്ങളിലും കണ്ടില്ല. അങ്ങനെ ഇന്നലെ എന്ന ഡിസംബർ 6 ഒരു പ്രശ്നവുമില്ലാതെ കടന്നുപോയി. ഭരിക്കുന്നവര് അതിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണോ, പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണോ, പ്രാധാന്യം കൊടുത്താലും ഭരിക്കുന്നവരിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ധരിച്ചിട്ടാണോ, അതല്ല ഇത്രയും കാലം ഭരിച്ചവര് ഈ ഓർമ്മകളെ നിലനിർത്തുന്നത് ഇലക്ഷന് വേണ്ടി വളരെയേറെ പ്രയോജനപ്പെടും, ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് പ്രയോജനപ്പെടുത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നതാണോ? ഏതായാലും ശരി, ഡിസംബർ 6 എന്ന ദശാബ്ദങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന് ആധാരമായ ആ ദിവസം യഥാർത്ഥത്തിൽ ഇന്നലെ ഓർമ്മിക്കപ്പെടാതെ പോയി. ഇന്നത്തെ പത്രത്തിൽ അതിനെക്കുറിച്ച് വല്ലതും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതിരാവിലെ എൻ്റെ പത്രം വീട്ടിൽ വന്നത് വരെയും ഞാൻ നോക്കിയിരുന്നു, പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ഈ ലോകത്തിൽ നടക്കുന്ന തിന്മകള്, വ്യക്തികൾക്കെതിരെ നടക്കുന്ന തിന്മകള്, അതെല്ലാം മനുഷ്യ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോകട്ടെ. ഈ കഴിഞ്ഞ കാലയളവിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ ജപ്പാനിൽ പോയി വളരെയധികം സംസാരിച്ചു. ഈ അമേരിക്കക്കാരാണ് ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാന്റെ നിർദ്ദേശമനുസരിച്ച് 2ാം ലോക മഹായുദ്ധത്തിൽ കീഴടങ്ങി കഴിഞ്ഞ ജപ്പാന്റെ പുറത്ത് കൊണ്ടുപോയിട്ട് 2 ആറ്റം ബോംബ് ഇട്ടതും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അത് ജപ്പാൻകാർ മറന്നു. മറക്കാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കാം. അതേപോലെ ആൻഡമാനിലും ഉള്ള ആ സെല്ലുലാർ ജയിലില് പച്ചയ്ക്ക് തൂക്കിക്കൊന്ന ആയിരക്കണക്കിന് വ്യക്തികൾ ചെയ്ത ഒരേ ഒരു തെറ്റ് അവരുടെ രാഷ്ട്രത്തിന് വേണ്ടി അവർ പൊരുതി എന്നുള്ളതാണ്. അതുപോലെ ഭാരതീയരെ അടിച്ചമർത്താനും തനി അടിമകളെ പോലെ പെരുമാറാനും എല്ലാം ശ്രമിച്ചിരുന്ന ഇംഗ്ലണ്ടുകാരോട് നമ്മൾ പുറത്തു. ഇംഗ്ലണ്ടിലെ പ്രിൻസ് ഭാരതത്തിൽ വന്നപ്പോൾ വീരോചിതമായിട്ടുള്ള സ്വീകരണം കൊടുത്തു. അപ്പൊ പഴയതെല്ലാം മറക്കുന്ന കൂട്ടത്തില് വേണ്ടാത്തത് മറക്കണം, വേണ്ടത് ഓർമ്മിക്കുകയും വേണം. അതാണ് ഇന്നലെ എന്ന ദിവസത്തിന്റെ പ്രത്യേകത. ഇനി നാളെ എന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഡിസംബർ 8. കഴിഞ്ഞ മാസം ഡിസംബർ 8 8:30 മണിക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ അനവധി ദശാബ്ദങ്ങളായിട്ട് എല്ലാവരും ഉറക്കെ പറഞ്ഞിരുന്ന കള്ളപ്പണവും കള്ളനോട്ടും കഴിയുന്നത്രയും ഭാരതത്തിൽ നിന്ന് തൂത്തെറിയാനായിട്ട് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കിയതും ഡിമോണിറ്റൈസേഷൻ ചെയ്തതും, അതിന്റെ ഷോക്ക് വേവ്സ് പല രീതിയിൽ പുറത്തു വരുന്നു. ഒരാൾ 2 ലക്ഷം കോടി രൂപ ഡിക്ലെയർ ചെയ്തു, ഒരു കുടുംബം. വേറൊരു കുടുംബം 1365 കോടി രൂപ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് അബ്സ്കോണ്ട് ചെയ്തു രണ്ടുപേരും. തലങ്ങും വിലങ്ങും നോട്ടുകൾ കത്തിക്കുകയും നോട്ടുകൾ പിടിച്ചെടുക്കുകയും
വളരെ പാവപ്പെട്ടവർ 1 രൂപ പോലും എടുക്കാനില്ലാത്ത വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് 49,999 രൂപ വരികയും ഒരു നിമിഷം കൊണ്ട് പലരും പാപ്പരാവുകയും ഒരു നിമിഷം കൊണ്ട് പലരും ധനാഢ്യരാവുകയും എല്ലാം ചെയ്യുന്ന നാടകം നടന്നിട്ട് നാളത്തേക്ക് 1 മാസമാവുന്നു. 50 ദിവസം കൊണ്ട് എല്ലാം മിക്കവാറും നോർമൽ ആകുമെന്ന് പറഞ്ഞതിൻ്റെ അടുത്തേക്ക് എത്തുന്ന കാഴ്ച പല ബാങ്കുകളിലേക്കും ഇന്നലെയും മിനിങ്ങാന്നുമെല്ലാം പോകാനുള്ള ആവശ്യം വന്നതുകൊണ്ട് അവിടെ എല്ലാം പോയപ്പോൾ ഏതാണ്ട് സാധാരണ തിരക്ക് മാത്രമേ ഉള്ളൂ. ATMകളിലൊക്കെ മിക്കവാറും പൈസയുണ്ട്. 2000-ന്റെ നോട്ടാണ് കിട്ടുന്നത്, ചില്ലറ കിട്ടുന്നില്ല എന്ന കാഴ്ച കണ്ടു. ഇങ്ങനെ പല സാധനത്തിൻ്റെയും വില കുറഞ്ഞതായിട്ട് കണ്ടു. ഇന്നലെ തക്കാളി വാങ്ങിച്ചപ്പോൾ 1 കിലോയിന് 10 രൂപയേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് 1 കിലോയിന് 15 രൂപയേ ഉള്ളൂ. സവാളയ്ക്കും വളരെ വില കുറവ്. അതെല്ലാം ഈ നോട്ട് പിൻവലിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തുകയല്ല. അങ്ങനെ പലതും ഇവിടെ നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 1 മാസമായി. അതിശക്തമായ രീതിയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മോഡിയെ താഴെ ഇറക്കിയിട്ടേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചു, സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ നിതീഷ് കുമാറിനെ പോലെയുള്ളവരെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഇവിടുത്തെ ടാക്സ് പേയേഴ്സിൻ്റെ പൈസ കൊണ്ട് നടക്കുന്ന പാർലമെന്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒച്ചപ്പാടിലൂടെ മുങ്ങിയപ്പോഴും ഈ നോട്ടുകൾ പിൻവലിച്ചതിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് ബാങ്കിൽ കൊണ്ടിട്ടത് കൊണ്ട് അത് വൈറ്റ് മണി ആവില്ലെന്ന് ഇന്നലെ ഡിക്ലറേഷൻ വന്നു പത്രത്തിൽ. അതുകൊണ്ട് മിനിഞ്ഞാന്ന് ഫിനാൻസ് മിനിസ്റ്റർ അത് പറഞ്ഞിട്ടുണ്ടാവും. കുറേ അധികം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു, നടക്കുന്നു, ഇനിയും നടക്കും. റിയൽ എസ്റ്റേറ്റും ബിനാമി അക്കൗണ്ടുകളും ബിനാമി പ്രോപ്പർട്ടിയുമെല്ലാം ആരുടെ പേരിലാണോ ഉള്ളത് അതെല്ലാം അവരുടെ പേരിലേക്ക് തന്നെ മാറും. അങ്ങനെയുള്ള ചിന്തിക്കാൻ സാധിക്കുന്നതും ചിന്തിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒത്തിരി ഏറെ കാര്യങ്ങൾ നടന്ന കാലഘട്ടത്തിൽ 80,000 കോടി രൂപ നേരിട്ട് ബ്ലാക്ക് മണി പിടിക്കുകയുണ്ടായി. ഈ 2 ലക്ഷം കോടി രൂപയും 1365 കോടി രൂപയും അതിനകത്ത് പെട്ടിട്ടില്ല. അല്ലാത്തത് തന്നെ ഡിക്ലറേഷനിലൂടെ തന്നെ ഇത്രയും കോടി വന്നു. എന്തായാലും അങ്ങനെ എല്ലാം സംഭവിക്കാൻ കാരണമായിട്ടുള്ള ആ ഡിക്ലറേഷൻ വന്ന് നാളത്തേക്ക് 1 മാസം തികയുന്നു. അപ്പം ഇന്നലെയും പ്രാധാന്യമുള്ളത് വേണ്ടാത്തത് മറക്കുന്ന ദിവസം, നാളെയും പ്രാധാന്യമുള്ളത് വേണ്ടത് ഓർമ്മിക്കുന്ന ദിവസം. നമ്മുടെ നാട്, നമ്മുടെ ധർമ്മം, നമ്മുടെ സംസ്കാരമെല്ലാം അതിഗംഭീരമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ തിളങ്ങി വിളങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ എന്ന ദിവസവും നാളെ എന്ന ദിവസവും കൂടി ഓർമ്മിക്കാനോ ഓർമ്മിക്കാതിരിക്കാനോ ഈ വരികൾ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.